ഹലോ എവ്രി വൺ, ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നിങ്ങളുടെ നെറ്റ് പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ പോകുന്നു? ക്ലാസ്സസ് ഒക്കെ ഉഷാറായിട്ട് പോകുന്നു? എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് ടൈമിന്? അതുപോലെ തന്നെ എല്ലാവർക്കും എന്താ ക്ലാസ്സസ് ഒക്കെ ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ക്ലാസ് ഒക്കെ സെറ്റ് അല്ലേ? ഓക്കെ, നന്നായി പോകുന്നു. യെസ് മാം, സെറ്റ്. യെസ്, ഓക്കെ. അപ്പോ ഇന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ രണ്ടാമത്തെ സെഷനാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരൊറ്റ സെഷനെ കഴിഞ്ഞിട്ടുള്ളൂ. ആ സെഷനിൽ നമ്മൾക്കറിയാം നമ്മളുടെ സിലബസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. സിലബസിൽ 6 സബ് ടോപ്പിക് ആയിട്ട് നമ്മൾ സിലബസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ സബ് ടോപ്പിക് ആണ് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് സെഷനിൽ കവർ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ടീച്ചിങ്ങിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷനും ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്, നാച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഒരു ലെവൽസ് ഓഫ് ടീച്ചിങ് പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അതായത് നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് സിലബസിന്റെ രണ്ടാമത്തെ സബ് ടോപ്പിക്, അതിലെ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു വലിയ ഭാഗവും, പിന്നെ അതിൽ തന്നെ മറ്റൊരു ഭാഗമായിട്ടുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിന്റെ പകുതി കുറച്ച് മാത്രം ഡിസ്കസ് ചെയ്യാൻ ഇന്നത്തെ സമയം നമ്മൾ അനുവദിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത്രയും ടോപ്പിക്സ് നമ്മൾക്ക് ഇന്ന് കവർ ചെയ്യാം കേട്ടോ. ചാറ്റ് ഹോസ്റ്റ് ഓൺലി ആക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ചാറ്റ് ഹോസ്റ്റ് ഓൺലി ആക്കാം കേട്ടോ. കുറേ മെസ്സേജസ് വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് തോന്നുന്നുണ്ട്. സോ ഓക്കെ, ഹോസ്റ്റ് ഓൺലി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പ്രത്യേക സഹകരണം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലും ആവശ്യമാണ് കേട്ടോ. കാരണം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഒരു ഇന്ററാക്ഷനിലൂടെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനിലൂടെ ആവരുത് നമ്മളുടെ ഈ ഒരു ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് നമ്മളുടെ ഈ ഒരു ടീച്ചിങ് ലേണിംഗ് സിസ്റ്റത്തിൽ അത്യാവശ്യമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഐഡിയാസ് നിങ്ങൾ ചാറ്റ് ബോക്സിലൂടെ കമന്റ് ചെയ്യേണ്ടതാണ് കേട്ടോ, പറയേണ്ടതാണ്. ഓക്കെ, അപ്പോ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് തികച്ചും സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. അതായത് നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ച്വൽ ആൻസറോ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആൻസറോ നമ്മൾക്ക് അങ്ങനത്തെ ആൻസേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്നും ചോദിക്കാറില്ല. അതായത് ഇപ്പോ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരൊറ്റ ആൻസർ ആണല്ലേ. അതുപോലത്തെ തികച്ചും ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല ഈ ഒരു ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ പെർസ്പെക്റ്റീവ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും ഇതിന്റെ ഓരോ ആൻസർ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരുന്നത്. രസകരമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ നമ്മൾക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ലേണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാം അല്ലെ, ആരാണോ പഠിക്കുന്നത് അവരെയാണ് നമ്മൾ ലേണർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ പഠിക്കുന്ന ആളുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ് മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾക്കറിയാം അല്ലെ, നമ്മളെല്ലാവരും നെറ്റൊക്കെ ക്വാളിഫൈ ചെയ്ത് അല്ലെങ്കിൽ JRF ഒക്കെ ക്രാക്ക് ചെയ്ത് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആവാൻ പോകുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ലെക്ചേഴ്സ് ആവാൻ പോകുന്ന ആളുകളാണ്. അപ്പോ അതായത് നമ്മൾ ടീച്ചേഴ്സ് ആവാൻ പോകുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് മുൻപിൽ ഇരിക്കുന്ന ലേണേഴ്സ്, നമ്മൾക്ക് മുൻപിൽ ഇരിക്കുന്ന കുട്ടികള് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നു, അവരെന്തുകൊണ്ടൊക്കെയാണ് ഇന്ന ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നത് എന്നുള്ളത് ആസ് എ ടീച്ചർ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ നെറ്റ് എക്സാമിനേഷൻ സിലബസിൽ ഈ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് ഉൾപ്പെടുത്താൻ കാരണം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി വെറുതെ നമ്മൾ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു പോവല്ല കേട്ടോ ചെയ്യുന്നത്. ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് രണ്ട് ടൈപ്പ് ലേണേഴ്സിനെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. നമ്മൾക്കറിയാം അല്ലെ, അഡോളസന്റ് ലേണറും ഉണ്ട്, അഡൽട്ട് ലേണറും ഉണ്ട്.
ഓക്കെ, അങ്ങനെ നമുക്ക് ലേണേഴ്സിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഓക്കെ, അഡോളസന്റ് ലേണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും? കൗമാരപ്രായത്തിലുള്ള ലേണേഴ്സ് അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകൾ. അഡൽട്ട് ലേണർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അഡോളസന്റ് ഏജ് കഴിഞ്ഞിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ അഡൽട്ട് ലേണേഴ്സ് എന്ന് പറയും. അങ്ങനെ രണ്ട് കൂട്ടം ആളുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നമ്മൾക്ക് അത് പഠിക്കാം. ഇനി പറയാനുള്ളത് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഈ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ അഡോളസന്റ് ലേണറിലും അഡൽട്ട് ലേണറിലും ഇങ്ങനെ വെറുതെ പഠിച്ചു പോവല്ല കേട്ടോ. 4 ഡൊമൈൻസിന്റെ അണ്ടറിലായിട്ടാണ് നമ്മൾ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ അഡോളസന്റ് ലേണറിൽ എടുക്കുകയാണെങ്കിൽ ഈ അഡോളസന്റ് ലേണേഴ്സിന്റെ കോഗ്നിറ്റീവ് ആസ്പെക്ട്സിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അക്കാഡമിക് ആസ്പെക്ട്സിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇമോഷണൽ ആസ്പെക്ട്സിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, സോഷ്യൽ ആസ്പെക്ട്സിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്തൊക്കെയാണ്, ഇങ്ങനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കും. അതുപോലെ തന്നെ അഡൽട്ട് ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോഴും കോഗ്നിറ്റീവ്, അക്കാഡമിക്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡൊമൈൻ നമ്മൾ ഇങ്ങനെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ് കേട്ടോ. ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസും നമ്മളോട് ചോദിക്കുന്നത്. അപ്പോ നമുക്ക് ആദ്യം തന്നെ ഈ ഡൊമൈൻസിനൊന്ന് പരിചയപ്പെടാം. എന്താണ് കോഗ്നിറ്റീവ് ഡൊമൈൻ, എന്താണ് അക്കാഡമിക് ഡൊമൈൻ, അതുപോലെ എന്താണ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡൊമൈൻ എന്ന് നമ്മൾക്കൊന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ എന്താണ് കോഗ്നിറ്റീവ് ഡൊമൈൻ? നമ്മൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെവൽസ് ഓഫ് ടീച്ചിങ് ഒക്കെ പറഞ്ഞപ്പോൾ കോഗ്നീഷൻ എന്താണ്, കോഗ്നിറ്റീവ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് പ്രോസസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ കോഗ്നിറ്റീവ് എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് കോഗ്നിറ്റീവ് അല്ലെങ്കിൽ കോഗ്നിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ പറയാമോ? തിങ്കിങ് എബിലിറ്റി അല്ലെ, നമ്മളുടെ തിങ്കിങ് എബിലിറ്റി, നമ്മളുടെ മെന്റൽ പ്രോസസ്, നമ്മളുടെ ഇന്റലക്ച്വൽ എബിലിറ്റി, അതിനൊക്കെയാണ് നമ്മൾ കോഗ്നിറ്റീവ് പ്രോസസ് എന്ന് പറയാം. അതായത് ഒരു കുട്ടിക്ക് എത്രത്തോളം ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളുണ്ട്, ചിന്താപരമായിട്ടുള്ള കഴിവുകളുണ്ട്, ആ കുട്ടിയുടെ ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, റീസണിങ്, തിങ്കിങ്, അങ്ങനെ എല്ലാവിധ ആസ്പെക്ട്സും തിങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള മെന്റൽ പ്രോസസ്സിങ്, മെന്റൽ വർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആസ്പെക്ട്സിനെയും നമ്മൾ എന്താ പറയുന്നത്, കോഗ്നിറ്റീവ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡൊമൈനിന്റെ അണ്ടറിലാണ് പറയുന്നത്. അപ്പോ ഒരു ലേണറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കോഗ്നിറ്റീവ് ഡൊമൈനിൽ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആ ലേണർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ആ ഒരു ലേണറിന്റെ ചിന്ത പോകുന്നത്, അല്ലെങ്കിൽ ഇന്റലിജൻസ് എങ്ങനെയാണ് പോകുന്നത്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കോഗ്നിറ്റീവ് ഡൊമൈനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. വാട്ട് ഇസ് അക്കാഡമിക് ഡൊമൈൻ? അക്കാഡമിക് ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാം അല്ലെ, അതായത് ഒരു കുട്ടിയുടെ നോളജ് ലെവൽ എന്താണ്, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ആ ഒരു എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് എവിടെയാണ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അക്കാഡമിക് ഡൊമൈനിലാണ് അല്ലെങ്കിൽ അക്കാഡമിക് ഡൊമൈനിലാണ് ആ വിധത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പറയാറുള്ളത്. ദെൻ വാട്ട് ഇസ് ഇമോഷണൽ ഡൊമൈൻ? ഇമോഷണൽ ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അതായത് ലേണേഴ്സിന് എത്രത്തോളം ഇമോഷനെ റെഗുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഇമോഷനെ മോണിറ്റർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ ഏത് ഇമോഷൻ ആണ് കാണിക്കേണ്ടത് എന്നുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ആ ഒരു വിവേകം ആ ഒരു ലേണറിന് എത്രത്തോളം ഉണ്ട്. അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഇമോഷനെ കൺട്രോൾ ചെയ്യുക, ഇമോഷനെ റെഗുലേറ്റ് ചെയ്യുക, ഇമോഷനെ മോണിറ്റർ ചെയ്യുക, ഇമോഷനെ മനസ്സിലാക്കുക എന്നുള്ള ആസ്പെക്ട്സിനെയാണ് ഇമോഷണൽ ഡൊമൈനിൽ നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തതാണ് സോഷ്യൽ ഡൊമൈൻ എന്ന് പറയുന്നത്. എന്താണ് സോഷ്യൽ ഡൊമൈൻ? എന്തായിരിക്കും സോഷ്യൽ ഡൊമൈൻ? അതിൽ എന്തൊക്കെയായിരിക്കും വരാൻ സാധ്യതയുള്ളത്? സോഷ്യൽ ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ നമ്മളുടെ നമ്മളുടെ ഒരു സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതി എങ്ങനെയാണ്, ബാക്കിയുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ എങ്ങനെയാണ്, കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, ആ വിധ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ സോഷ്യൽ ഡൊമൈനിൽ വരുന്ന ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. അപ്പോ ഈ അഡോളസന്റ് ലേണറുടെയും അഡൽട്ട് ലേണേഴ്സിന്റെയും കോഗ്നിറ്റീവ്, അക്കാഡമിക്, ഇമോഷണൽ, സോഷ്യൽ ഡൊമൈൻസിൽ വരുന്ന വിവിധ ഇനം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ നമ്മളുടെ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ്, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോവാട്ടോ. ഓക്കെ, ഈ ഒരു ഭാഗത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ കാര്യങ്ങളും കാണാതെ പഠിക്കാനില്ല കേട്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം.
ഓരോ കാര്യങ്ങളും എന്തുകൊണ്ടാണ് ഓരോരോ ഡൊമൈനിലും വരുന്നത് എന്നുള്ളത് പരസ്പരം റിലേറ്റ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങളുടെ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അത്രേ ഉള്ളൂ. വളരെ ഈസിയാണ് ഈ ഒരു ഭാഗം പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു കാര്യത്തിൽ നിന്ന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ആദ്യം തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസന്റ് ലേണർ പഠിക്കാം കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസന്റ് ലേണർ പറഞ്ഞു കഴിഞ്ഞിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൾട്ട് ലേണർ നമ്മൾക്ക് പഠിക്കാം. അപ്പൊ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസന്റ് ലേണർ. അഡോളസന്റ് ലേണേഴ്സിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. അതിനു മുന്നേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അഡോളസന്റ് ലേണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? നമ്മൾ പറഞ്ഞു കൗമാരപ്രായത്തിലുള്ള പഠിക്കുന്ന ആളുകളെയാണ് അഡോളസന്റ് ലേണർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അഡോളസന്റ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഏതൊരു പീരീഡ് ആണ്? എപ്പോഴാണ് അഡോളസന്റ് പീരീഡ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഏതൊരു ഏജ് റേഞ്ച്, ഇന്ന ഏജ് മുതൽ ഇന്ന ഏജ് എന്ന് നമ്മൾ പറയില്ലേ ഓരോ സ്റ്റേജിനെയും? അപ്പോൾ അഡോളസന്റ് ഏജ് വരുന്നത് ഏത് ഏജ് മുതൽ ഏത് ഏജ് വരെയാണ് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ? നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ പറയട്ടോ. ഓക്കെ, നിങ്ങളുടെ കമന്റ്സ് വരുന്നുണ്ട്. 13 to 19 എന്ന് പറയുന്നുണ്ട്, 12 to 19 എന്ന് പറയുന്നുണ്ട്, 13 to 18 എന്ന് പറയുന്നുണ്ട്, 9 to 19 എന്ന് പറയുന്നുണ്ട്, 13 to 19, 12 to 19, ഓക്കെ, 12 to 18, 10 to 18, 10 to 19, 9 to 16. ഓക്കെ, പലരും വ്യത്യസ്തമായിട്ടുള്ള ഏജ് റേഞ്ച് ആണ് അഡോളസന്റ് ഏജിനെ കുറിച്ചിട്ട് പറയുന്നത്. നമ്മൾക്ക് അങ്ങനെ കറക്റ്റ് ഇന്ന ഏജ് മുതൽ ഇന്ന ഏജ് വരെ നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് അഡോളസന്റ് ഏജിനെ പറ്റിയിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, നമുക്കറിയാം പ്യൂബേർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണോ അത് മുതലായിട്ടാണ് നമ്മൾ അഡോളസന്റ് സ്റ്റേജ് ആണ് അല്ലെങ്കിൽ അഡോളസന്റ് ഏജ് ആണെന്ന് പറയുന്നത്. നമ്മൾക്കൊരു അപ്രോക്സിമേറ്റ്ലി ഒരു 10 to 12 to 20 to 22 വരെ നമുക്ക് പറയാം. അതായത് ഒരു 10-12 വയസ്സ് മുതൽ 20-22 വയസ്സ് വരെ, അതിനിടയിലാണ് അഡോളസന്റ് ഏജ് കാണപ്പെടാന്ന് നമ്മൾക്ക് അങ്ങനെ പറയാം. അല്ലാതെ ഇന്ന ഏജ് മുതൽ ഇന്ന ഏജ് വരെ ഇത് നമ്മൾക്ക് അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. ഓരോ വ്യക്തിയിലും അല്ലെങ്കിൽ ഓരോ കുട്ടിയിലും വ്യത്യസ്ത രീതിയിലായിരിക്കും, അല്ലെങ്കിൽ 1-2 വയസ്സിനൊക്കെ മാറിയിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു അഡോളസന്റ് ഏജ് എന്ന് പറയുന്നത് കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഒരു 10-12 വയസ്സ് മുതൽ ഒരു 20-22 വയസ്സ് വരെ അതിനിടയിലാണ് കാണപ്പെടുന്നതെന്ന് നമ്മൾക്ക് ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഒരു ഒരു 12 വർഷത്തോളം അങ്ങനെ ഒരു ലോങ് പീരീഡില് നമ്മളൊരു അഡോളസന്റ് ലേണർ ആയിട്ടിരിക്കുന്ന പീരീഡ് ആണ്. സോ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു അഡോളസന്റ് ഏജിൽ നടക്കുന്നുണ്ട് ആസ് എ ഒരു ലേണറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ഓരോ ഡൊമൈനിലെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കാം. ഫസ്റ്റ് വൺ ആണ് അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ അക്കാഡമിക് ഡൊമൈനിലുള്ള അഡോളസൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഓരോന്നും പറയാം. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ ഹൈസ്കൂൾ കാലഘട്ടം, +1 +2 കാലഘട്ടം ഒക്കെ ഒന്ന് ആലോചിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോ അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുവാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് പറയൂ. നിങ്ങളൊരു ചൈൽഡ്ഹുഡിൽ നിന്നും നിങ്ങൾ അഡോളസൻസിലോട്ട് വന്നു. ഓക്കെ, എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ വന്നിട്ടുണ്ടാവുക? നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽസ് ഓഫ് ടീച്ചിങ് പോർഷൻ ഒക്കെ കമ്പൈൻ ചെയ്തിട്ടൊക്കെ പറയാട്ടോ. ചൈൽഡ്ഹുഡിൽ നിന്നും അഡോളസന്റ് ഏജിലോട്ട് വന്നപ്പോ, അല്ലെങ്കിൽ ഒരു UP ക്ലാസ്സിൽ നിന്നും അല്ലെങ്കിൽ LP ക്ലാസ്സിൽ നിന്നൊക്കെ ഒരു ഹൈസ്കൂൾ ക്ലാസ്സിലേക്ക് ഒരു 7-8 ക്ലാസ്സുകളിലേക്കൊക്കെ വന്നപ്പോ നിങ്ങളുടെ പഠനത്തിലും നിങ്ങളുടെ ചിന്തകളിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വന്നിട്ടുണ്ടാവുക? ഓക്കെ, കുറച്ചുകൂടി സെൽഫ് ഡയറക്റ്റഡ് ആയിട്ടുള്ള സ്റ്റഡി വന്നു. അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറയുന്നുണ്ട്. കുറച്ചുകൂടെ സെൽഫ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ തിങ്കിങ് ചേഞ്ച് ചെയ്യുന്നു പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, ചിന്തിക്കാൻ തുടങ്ങുന്നു പറയുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മൾക്കറിയാം നമ്മൾക്കൊരു UP ക്ലാസ്, ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ കിട്ടുന്ന ആ ഒരു ലെവൽ ഓഫ് ടീച്ചിങ് നമ്മൾ പറഞ്ഞു അല്ലെ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് ആണെന്ന്. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? മെമ്മറി പ്ലസ് ഇൻസൈറ്റ് ആണല്ലേ. അതായത് നമ്മൾ ജസ്റ്റ് ടീച്ചർ പറയുന്നത് മാത്രം പഠിച്ചു പോവല്ല, നമ്മൾ മെമ്മറൈസ് ചെയ്യല്ല. എന്തിനു വേണ്ടിയിട്ട് പഠിക്കുന്നു? ഞാനിത് പഠിക്കുന്നത് കൊണ്ട് എനിക്ക് എന്താ ഗുണം? എനിക്കിത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുമോ?
അല്ലെങ്കിൽ എനിക്കിത് എവിടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ? എന്താ ഇതിന്റെ ഗുണം? ഇത് പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു റെലവൻസ് എന്താണ്? ഇത് പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു ഉപകാരം എന്താണ്? ഇതൊക്കെ നമ്മൾ ഡിമാൻഡ് ചെയ്യും. നമുക്ക് അതൊക്കെ അറിയണം. നമ്മൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? എന്ത് ഗുണമാണ് ഈ പഠിക്കുന്നത് കൊണ്ടുള്ളത് എന്നുള്ളത് നമ്മൾക്ക് അറിയണം എന്നുള്ളതാണ്. ഓക്കെ, സോ വെറുതെ നമ്മൾ മെമ്മറൈസ് ചെയ്യാതെ ടീച്ചർ പറയുന്നതൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ണു അടച്ച് വിഴുങ്ങാതെ എന്തിനു വേണ്ടിയിട്ട് പഠിക്കുന്നു, ഇതിന്റെ ഒരു റെലവൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡിമാൻഡ് ചെയ്യും എന്നുള്ളതാണ് ഒരു കാര്യം അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ദെൻ നമ്മള് ചൈൽഡ്ഹുഡിൽ നിന്നും അഡോളസൻ ലെവലിലേക്ക് വരുമ്പോൾ നമ്മുടെ തിങ്കിങ്ങിലുള്ള ഒരു മാറ്റമാണ്. അതായത് കോൺക്രീറ്റ് ലെവൽ ഓഫ് തിങ്കിങ്ങിൽ നിന്നും അബ്സ്ട്രാക്ട് ലെവൽ ഓഫ് തിങ്കിങ്ങിലേക്ക് നമ്മുടെ തിങ്കിങ് പാറ്റേൺ ഒന്ന് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് കോൺക്രീറ്റ് തിങ്കിങ്, എന്താണ് അബ്സ്ട്രാക്ട് തിങ്കിങ്. രണ്ട് രീതിയിലുള്ള തിങ്കിങ്ങിനെയാണ് കോൺക്രീറ്റ് തിങ്കിങ്ങും അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറയാം. എന്താണ് കോൺക്രീറ്റ് തിങ്കിങ്, എന്താണ് അബ്സ്ട്രാക്ട് തിങ്കിങ്, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, കോൺക്രീറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്കെ, ഞാൻ പറയാം കേട്ടോ. കോൺക്രീറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങളെ ജസ്റ്റ് അതിന്റെ ഒരു സർഫേസ് ലെവലിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ ഒരു പെരിഫറൽ ലെവലിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് കോൺക്രീറ്റ് ലെവൽ ഓഫ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ. അബ്സ്ട്രാക്ട് ലെവൽ ഓഫ് തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യത്തിന് അതിന്റെ എല്ലാ ഡയമെൻഷൻസിൽ നിന്നും നമ്മൾ ചിന്തിക്കുക എന്ന് പറയുന്നതാണ് അബ്സ്ട്രാക്ട് തിങ്കിങ്. ഓക്കെ, തിങ്കിങ് ഫ്രം എവറി ഡയമെൻഷൻ, അതാണ് അബ്സ്ട്രാക്ട് തിങ്കിങ്. കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് ചിന്തിക്കുക, കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ട് ചിന്തിക്കുക, അതിനെയാണ് അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറഞ്ഞാൽ. കോൺക്രീറ്റ് തിങ്കിങ് ഒക്കെ നമ്മളൊരു ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ചൈൽഡ്ഹുഡ് ലെവലിലൊക്കെയാണ് നമ്മൾ ഒരു കാര്യത്തെ കോൺക്രീറ്റ് ലെവലിൽ ചിന്തിക്കുക എന്ന് പറയുന്നത്. നമുക്ക് ഒരു കാര്യത്തെ അതിന്റെ എല്ലാ ഡയമെൻഷൻസിൽ നിന്നും ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ആ ഒരു ഏജിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അഡോളസൻ ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാര്യങ്ങളെ അതിന്റെ എല്ലാ ഡയമെൻഷൻസിൽ നിന്നും ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾക്ക് അവിടെ വന്നു. സോ കോൺക്രീറ്റ് ലെവൽ ഓഫ് തിങ്കിങ്ങിൽ നിന്ന് അബ്സ്ട്രാക്ട് ലെവൽ ഓഫ് തിങ്കിങ്ങിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ആണ് അഡോളസൻ ലേണേഴ്സിന് ഈ ഒരു സമയത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം കേട്ടോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ ഞാൻ പറയാണ് എനിക്ക് അവനെ കൊല്ലാൻ തോന്നുന്നുണ്ടെന്ന് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഓക്കെ, അപ്പൊ എനിക്ക് അവനെ കൊല്ലാൻ തോന്നുന്നുണ്ട് എന്നുള്ള ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അപ്പോ കുട്ടിയായിരിക്കുന്ന ഒരാൾക്ക് ഇത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ കുട്ടിയായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കോൺക്രീറ്റ് തിങ്കിങ്ങേ ഉള്ളൂ, അയാൾക്ക് അബ്സ്ട്രാക്ട് തിങ്കിങ് ഡെവലപ്ഡ് ആയിട്ടില്ല. അപ്പൊ അയാൾ എന്താ വിചാരിക്കുക? ഓക്കെ, അവൾ ആരെയോ കൊല്ലാൻ പോവാണ്, കൊല്ലുന്നത് തെറ്റല്ലേ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ പോവില്ലേ, അത് മോശമല്ലേ, അത് ചെയ്യാൻ പാടില്ലാത്തതല്ലേ, ആ ഒരു ലെവലിലായിരിക്കും ചിന്തിക്കുക. അതായത് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, എനിക്ക് അവനെ കൊല്ലാൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ലിറ്ററൽ മീനിങ് ആയിരിക്കും, ആ ലിറ്ററൽ മീനിങ് വെച്ചിട്ടായിരിക്കും ഈ ഒരു കോൺക്രീറ്റ് ലെവലിൽ ചിന്തിക്കുന്ന ഒരു കുട്ടി ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. ഓക്കെ, ഇനി അബ്സ്ട്രാക്ട് ലെവലിൽ ചിന്തിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അവനെ കൊല്ലാൻ തോന്നുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്സ്ട്രാക്ട് ലെവലിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വിചാരിക്കുന്നത് എന്താ? ഓക്കെ, അവൾക്ക് അവനോട് നല്ല ദേഷ്യമുണ്ട്, എന്തോ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയുന്നത് എന്നുള്ള ലെവലിലായിരിക്കും അബ്സ്ട്രാക്ട് ലെവലിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ഇതാണ് കോൺക്രീറ്റ് ലെവൽ ഓഫ് തിങ്കിങ്ങും അബ്സ്ട്രാക്ട് ലെവൽ ഓഫ് തിങ്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. കോൺക്രീറ്റ് തിങ്കിങ്ങിൽ ജസ്റ്റ് ആ ഒരു കാര്യത്തിന്റെ ഒരു പെരിഫറൽ ലെവൽ അല്ലെങ്കിൽ ആ ഒരു സർഫേസ് ലെവൽ, അതിന്റെ ഒരു ലിറ്ററൽ മീനിങ് മാത്രം എടുത്തിട്ടായിരിക്കും ചിന്തിക്കാം. നമ്മൾക്ക് ഒരു ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ അതിനുള്ള ഒരു എബിലിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മളൊരു അഡോളസെന്റ് ആകുമ്പോൾ നമ്മളുടെ കോഗ്നിറ്റീവ് പ്രോസസ്സ് കുറച്ചും കൂടെ വർദ്ധിക്കും, നമ്മൾ കുറച്ചും കൂടി ചിന്തിക്കാൻ തുടങ്ങും, ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു തിങ്കിങ് നമ്മൾക്ക് പോസിബിൾ ആകും. അപ്പോൾ കാര്യങ്ങളെ നമ്മൾക്ക് അതിന്റെ എല്ലാ ഡയമെൻഷൻസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇൻഡെപ്ത് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് കിട്ടും എന്നുള്ളതാണ്. സോ ഈ ഒരു സമയത്ത് അഡോളസെന്റ് ലേണറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിങ്കിങ് ലെവൽ എന്ന് പറയുന്നത് കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾക്ക് കോഗ്നിറ്റീവ് ഡൊമൈനിലും പറയാം കേട്ടോ, കാരണം തിങ്കിങ് റിലേറ്റഡ് ആയിട്ട് വന്ന ഒരു പോയിന്റ് ആണ്. നമ്മൾക്കറിയാം തിങ്കിങ് ഉണ്ടെങ്കിലേ അക്കാഡമിക്സിൽ നമ്മൾക്ക് ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അക്കാഡമിക് ആയാലും സോഷ്യൽ ആയാലും
കോഗ്നിറ്റീവ് ആയാലും ഇമോഷണൽ ആയാലും ഇന്റർഡിപെൻഡന്റ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ വന്നൊരു പോയിന്റ് അടുത്തൊരു ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഭാഗവും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ? ഈ ഒരു പോയിന്റ് കോഗ്നിറ്റീവ് ഡൊമൈനിലും പറയാൻ സാധിക്കും, നമ്മൾ അവിടെയും പറയും എന്നുള്ളതാണ്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ അഡോളസന്റ് ആയിട്ടുള്ള ലേണേഴ്സിനെ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുകയാണെങ്കിലും ചലഞ്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിലും അവർക്ക് ഹൈ അച്ചീവ്മെന്റ് കാണിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും ഒരു വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ടാസ്ക് ഒക്കെ കൊടുത്തിട്ട് അവർക്കും ഒരു റോള് കൊടുത്ത് അവർക്കും റെസ്പോൺസിബിലിറ്റീസ് കൊടുത്ത് അവരെ കൂടെ ഇൻവോൾവ് ആക്കുക അതിൽ, അല്ലെങ്കിൽ അവരെ കൂടെ എൻഗേജ്ഡ് ആക്കുക, അല്ലെങ്കിൽ അവരെ ചലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യും, അവർ ഹൈ അച്ചീവ്മെന്റ് കാഴ്ചവെക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വിവിധ ഇനം സബ്ജക്റ്റുകളുടെ ക്ലബ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ, മാത്സ് ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ ഇനം ക്ലബ്സ് ഒക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോ അതിൽ ഓരോ റോൾസ്, ഓരോ റെസ്പോൺസിബിലിറ്റീസ്, ഓരോ ടാസ്ക് ഒക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വളരെയധികം ഇൻവോൾവ് ആയിട്ട് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്ത് നല്ല രീതിയിൽ ഒരു അച്ചീവ്മെന്റ് കാഴ്ചവെക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക, അവരെ ചലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ അവർ നല്ല രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ് കാണിക്കും എന്നുള്ളതാണ്. പിന്നെ പറയുവാണെങ്കിൽ അവർ ഭയങ്കര ഒരു പാസീവ് ലേണിംഗ് സ്റ്റൈലിൽ നിന്നും ആക്റ്റീവ് ആയിട്ട് വരാനുള്ള സാധ്യത ഈ ഒരു സ്റ്റേജിൽ കൂടുതലാണ്. നമ്മൾക്കറിയാം, കുഞ്ഞു കുട്ടി ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് ലെവലിലൊക്കെ ആയിരിക്കുമ്പോൾ ടീച്ചർ പറയുന്നത് അതേ രീതിയിൽ നമ്മൾ കേൾക്കുക, അതേ രീതിയിൽ നമ്മൾ ലിസൺ ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, പാസീവ് ആയിട്ട് നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇന്ററാക്ഷൻ ഒക്കെ കുറവായിട്ടുള്ള ഒരു സമയമാണ്. പക്ഷെ നമ്മൾ അഡോളസന്റ് ഏജിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും, നമ്മൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ തുടങ്ങും, നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, നമ്മൾക്ക് വരുന്ന എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ടീച്ചറോട് അങ്ങോട്ട് പറയാൻ തുടങ്ങും. അപ്പോൾ കുറച്ചും കൂടി പഠനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുട്ടികളുടെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ആക്റ്റീവ് ആകും. പാസീവ് ലേണിംഗ് എക്സ്പീരിയൻസിന് പകരം ആക്റ്റീവ് ലേണിംഗ് എക്സ്പീരിയൻസ് കുറച്ചും കൂടി അവർ പ്രിഫർ ചെയ്യും എന്നുള്ളതാണ്. അവർക്കും കുറച്ചുകൂടി അതായിരിക്കും ഇഷ്ടം. കുറച്ചുകൂടി ഗ്രൂപ്പ് ഡിസ്കഷൻ വരാനും ഡിബേറ്റിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെ ഒരു കോൺസെപ്റ്റ് പഠിച്ചെടുക്കാനും ഒക്കെ ആയിരിക്കും കുട്ടികളും ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അവര് ഈ ഒരു സമയത്ത് അഡോളസന്റ് ലേണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാം അല്ലെ, നമ്മൾ പാരന്റ്സിനേക്കാളും കൂടുതൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു സമയത്ത് കംഫർട്ടബിൾ ആകുന്നത് നമ്മളുടെ ഫ്രണ്ട്സ്, പിയേഴ്സ് ഒക്കെ ആയിരിക്കും. അപ്പോ ലേണിംഗ് ആക്ടിവിറ്റീസ് ആയാലും നമ്മളിപ്പോ അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് കൊണ്ട് തന്നെ ലേണിംഗ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ കമ്പൈൻ സ്റ്റഡി ഒക്കെ കുട്ടികളുടെ കൂടെ ബാക്കിയുള്ള നമ്മളുടെ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മളുടെ പിയേഴ്സിന്റെ കൂടെ ഒക്കെ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്ന ഒരു സ്റ്റേജ് ആണ് ഈ ഒരു അഡോളസന്റ് ഏജ് എന്ന് പറയുന്നത്. ഇനി ഇത് മാത്രമാണോ അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര അല്ല കേട്ടോ, ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കിട്ടാൻ സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ടിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്ലിയർ അല്ലേ? അഡോളസന്റ് ലേണേഴ്സിന്റെ അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓക്കെ അല്ലേ? നമ്മൾ ഈ ഒരു അഡോളസന്റ് ഏജിനെ സാധാരണയായിട്ട് പറയാറുള്ളത് ഒരു ബ്രിഡ്ജ് എന്നാണ് കേട്ടോ. അതായത് ചൈൽഡ്ഹുഡിനെയും അഡൾട്ട്ഹുഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് നമ്മൾ ഈ അഡോളസന്റ് സ്റ്റേജിനെ പറ്റിയിട്ട് പറയാറുള്ളത്. അപ്പോൾ അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് സമ്മറൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ക്ലിയർ ആവാത്തവർക്കും കിട്ടാൻ സാധ്യതയില്ല. ഇനി അടുത്തതാണ് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. എന്തൊക്കെ ആയിരിക്കാം അഡോളസന്റ് ലേണേഴ്സിന്റെ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്? സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ബാക്കിയുള്ളവരോട് ഇന്ററാക്ട് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കും, സമൂഹത്തിൽ പെരുമാറുന്ന രീതി എങ്ങനെയായിരിക്കും, സമൂഹത്തിൽ ബിഹേവ് ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കും. അപ്പൊ എന്തൊക്കെ ആയിരിക്കാം അഡോളസന്റ് ലേണറിന്റെ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ഓക്കെ, അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ എന്ന് പറയുന്നുണ്ട്. അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ തീർച്ചയായിട്ടും അത് അഡോളസന്റ് ലേണറിന്റെ ഭയങ്കര വലിയൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. അതായത് എല്ലാവരും നമ്മളെ തന്നെ ശ്രദ്ധിക്കണം, എല്ലാവരും നമ്മളെ തന്നെ നോക്കണം, നമ്മൾ പറയുന്നത് കേൾക്കണം. അങ്ങനെ ഭയങ്കര ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ അറ്റൻഷൻ ഗെറ്റിംഗ് ബിഹേവിയർ ആണ് അഡോളസന്റ് കുട്ടികൾക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ അഡോളസന്റ് ലേണേഴ്സിന് ഉണ്ടാവുക. അല്ലെങ്കിൽ എല്ലാവരെയും അപ്രൂവൽ കിട്ടണം, ഞാൻ ചെയ്യുന്നത് എല്ലാവരും ഇഷ്ടപ്പെടണം എന്നുള്ളതൊക്കെ അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യമായിരിക്കും. ഓക്കെ, പിന്നെ വരുന്നത് മോഡലിംഗ് ബിഹേവിയർ ആണ്. എന്താണ് മോഡലിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്? ബാക്കിയുള്ളവരെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത അഡോളസന്റ്
സ്റ്റുഡൻസിന് അല്ലെങ്കിൽ അഡോളസന്റ് ലേണേഴ്സിന് നന്നായിട്ടുണ്ടാകും. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾക്കറിയാം നമ്മളുടെ സീനിയർ സ്റ്റുഡൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അവരെ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾക്കൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും. അതായത് നമ്മൾ UP ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ സീനിയർ ആയിട്ടുള്ള ഒരാള് അയാളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അയാളുടെ ഒരു വേ ഓഫ് ടോക്കിംഗ്, വേ ഓഫ് വാക്കിംഗ് ഒക്കെ സംസാര രീതിയൊക്കെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഇനി സീനിയർ ആവണം എന്നില്ല, എന്തെങ്കിലും ഒരു എന്താ സെലിബ്രിറ്റി ഫിഗർ ആയിക്കോട്ടെ, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ഫിഗർ ആയിക്കോട്ടെ. ഇത് ഇപ്പോഴത്തെ ജനറേഷനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ നമ്മൾ മോഡൽ ചെയ്യുക, ഇമിറ്റേറ്റ് ചെയ്യുക, ഇതൊക്കെ അഡോളസന്റ് ഏജിൽ വളരെയധികം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മോഡൽ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അറ്റൻഷൻ ഗെറ്റിംഗ് ബിഹേവിയർ കാരണമാണ്. അതായത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾക്കും അതേപോലെ എന്താ സൊസൈറ്റിയിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന അപ്രൂവൽ തരുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം എന്നുള്ള ഒരു അറ്റൻഷൻ ഗെറ്റിംഗ് ബിഹേവിയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ബിഹേവിയേഴ്സ്, ബാക്കിയുള്ളവരുടെ ബിഹേവിയേഴ്സ് നമ്മൾ മോഡൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എന്തായിരിക്കും, വേറെന്തായിരിക്കും? ഓക്കെ, നമ്മളുടെ ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയായിരിക്കും, നമ്മൾ എങ്ങനത്തെ ഫ്രണ്ട്സിനെ ആയിരിക്കും ചൂസ് ചെയ്യുക? നമ്മളുടെ സെയിം വേവ് ലെങ്ത് ഉള്ള, അല്ലെ, നമ്മളുടെ സെയിം ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ സെയിം വേവ് ലെങ്ത് ഉള്ള ഫ്രണ്ട്സുകളൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്, അല്ലെ. പിന്നെ നമ്മൾ വളരെയധികം എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും. ഒരു അഡോളസന്റ് ഏജിലുള്ള ഒരു ലേണറിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെരിമെന്റിങ് വളരെയധികം കൂടുതലായിരിക്കും. അവർ എക്സ്പെരിമെന്റ് ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാനും അവർ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും അവർക്ക്. അതായത് ഇപ്പോ പിയർ ഗ്രൂപ്പ്സിന്റെ ഇടയിലൊക്കെ കുറച്ചു പേര് സ്മോക്ക് ചെയ്യുന്നു. അപ്പോ ഒരു കുട്ടി വിചാരിക്കാണ്, ഒന്ന് വലിച്ചു നോക്കിയാലോ, ഒന്ന് സ്മോക്ക് ചെയ്ത് നോക്കിയാലോ, ഒരൊറ്റ പ്രാവശ്യം അതെന്താന്ന് അറിയണമല്ലോ, അത് വലിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്ന് അറിയണമല്ലോ, ഒന്ന് ഒറ്റ പ്രാവശ്യം ചെയ്തു നോക്കിയാലോ. അല്ലെങ്കിൽ ഇപ്പൊ ആൽക്കഹോള്, കള്ള്, ഒരു സിപ്പ് കുടിച്ചു നോക്കിയാലോ, ഒരൊറ്റ സിപ്പ്, എന്താണ് അതിന്റെ ടേസ്റ്റ് എന്നൊന്ന് അറിയണമല്ലോ. അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പെരിമെന്റ് ചെയ്യാനും എല്ലാം അറിയാനുമുള്ള ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കാം കേട്ടോ. ഇനി ഇവർക്ക് കാര്യങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അതായത് നമ്മളുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങള്, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങള്, നമ്മളുടെ കൾച്ചറൽ നോംസിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു പ്രവണത ഈ ഒരു അഡോളസന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഉണ്ടാകും. അതായത് ഇതെന്താ ഈ സമൂഹം ഇങ്ങനെ, ഇതെന്താ ഈ മതത്തിൽ ഇങ്ങനെ പറയുന്നത്, അതിപ്പോ എന്താ ഷോള് വൺ സൈഡ് ഇട്ടാൽ ഇപ്പൊ എന്താ പ്രശ്നം, അല്ലെങ്കിൽ താടി കുറച്ച് നീട്ടി വളർത്തിയാൽ ഇപ്പൊ എന്താ പ്രശ്നം, മുടി കുറച്ച് വെട്ടിയാൽ ഇപ്പൊ എന്താ പ്രശ്നം, ടാറ്റു അടിച്ചാൽ ഇപ്പൊ എന്താ പ്രശ്നം. അങ്ങനെ നമ്മളുടെ കൾച്ചറൽ നോംസിനെയും നമ്മുടെ സമൂഹത്തിൽ വരുന്ന അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയും ഒക്കെ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ഈ ഒരു അഡോളസന്റ് ഏജ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഒരു ഭയങ്കര ട്രെൻഡ് സീക്കിംഗ് ആയിരിക്കും. അതായത് മാറി വരുന്ന ട്രെൻഡ്സിനനുസരിച്ചിട്ട് ഇങ്ങനെ അവരെയും ചേഞ്ച് ആക്കുന്ന ഒരു പ്രവണത അവർക്ക് കാണും. അതായത് ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കളറ് നമ്മുടെ ഹെയറിന് അടിക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഹെയറിന് കളർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ മുടി സ്പൈക്ക് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ലോയിസ്റ്റ് പാന്റ് ഇടുന്നതാണ്. അങ്ങനെ മാറി വരുന്ന ട്രെൻഡിനനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനുള്ള ഒരു പ്രവണത അഡോളസന്റ് ഏജിലുള്ള ലേണേഴ്സിനുണ്ട് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ മാത്രമല്ല, ഇപ്പോ ഒരു പോപ്പുലർ കൾച്ചറിൽ ഒരു ആളാവാം, അല്ലെങ്കിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പിൽ ഒരു മെമ്പർ ആവാ എന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണ് അഡോളസന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്കൂളിലാണെങ്കിലും ഇപ്പൊ കോളേജിലാണെങ്കിലും ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗ്യാങ് ഉണ്ടാകും. എല്ലാവരും അറിയുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കൂട്ടം കുട്ടികളുടെ ഒരു ഗ്യാങ് ഉണ്ടാകും. ആ ഗ്യാങ്ങില് ഉൾപ്പെടാ, അല്ലെങ്കിൽ ആ ഗ്യാങ്ങിലുള്ള ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രവണതയൊക്കെ അഡോളസന്റ് ഏജിലുള്ള കുട്ടികൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയാറുള്ളത്. മോഡലിംഗ് ബിഹേവിയർ ഉണ്ടാകും, അതായത് ബാക്കിയുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുക, ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും എക്സ്പെരിമെന്റ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്ത് നോക്കുക,
എല്ലാ കാര്യവും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ കൾച്ചറിലുള്ള സോഷ്യൽ നോംസ് കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. ട്രെൻഡ് സീക്കിംഗ് ആവും അവര്. മാറി വരുന്ന ട്രെൻഡിനനുസരിച്ചിട്ട് അവരും അത് ഫോളോ ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. അറ്റൻഷൻ ഗെറ്റിംഗ് ബിഹേവിയർ കാണിക്കും എന്നുള്ളതൊക്കെ അഡോളസന്റ് ഏജിലുള്ള കുട്ടികളുടെ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്. അഡോളസന്റ് ഏജ് അങ്ങോട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാം അല്ലെ, നമ്മുടെ ഇമോഷൻസിലൊക്കെ ഇപ്പോ നിങ്ങളുടെ പാസ്റ്റിലോട്ടൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ അനിയത്തിയോ അനിയന്മാരോ അല്ലെങ്കിൽ നിങ്ങൾ ചുറ്റും കാണുന്ന അഡോളസന്റ് ഏജിലുള്ള കുട്ടികളുടെ ഇമോഷണൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കുട്ടികൾക്ക് ഉണ്ടാവാം? ഓക്കെ, നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, മൂഡ് സ്വിങ്സ് ഉണ്ടാകും. മൂഡ് സ്വിങ്സ് കുറേ വരുന്നുണ്ട് അല്ലെ. നമ്മൾ ശരിക്കും അഡോളസന്റ് ഏജ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് കറക്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. മൂഡ് സ്വിങ്സ്, ദേഷ്യം, നമ്മൾ ഭയങ്കര സെൽഫ് കോൺഷ്യസ് ആകും എന്ന് പറയുന്നുണ്ട്, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾക്ക് ഭയങ്കര കൺസേൺ ആയിരിക്കും, പല കാര്യങ്ങളിലും ഭയങ്കര കൺസേൺ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്, ഫ്രസ്ട്രേഷൻ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഷോർട്ട് ടെമ്പേർഡ്. അപ്പൊ ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറഞ്ഞാലും ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും ദേഷ്യം വരാന്ന് പറഞ്ഞാലും എല്ലാം മൂഡ് സ്വിങ്സ് ആണല്ലേ. അഡോളസന്റ് ഏജിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വിച്ച് ഇട്ട പോലെയാണ് മൂഡ് മാറാന്ന് നമ്മൾ പറയും. അതായത് എല്ലാ ഇമോഷൻസും അതിന്റെ എക്സ്ട്രീമിലായിരിക്കുള്ളൂ. ഹാപ്പിനെസ് ആണെങ്കിൽ അതിന്റെ എക്സ്ട്രീം ആയിരിക്കും, ആങ്കർ ആണെങ്കിൽ അതിന്റെ എക്സ്ട്രീം ആയിരിക്കും, അതുപോലെ തന്നെ എന്താ ഭയങ്കര സാഡ് ആയിട്ടുള്ള ഡിപ്രസ്ഡ് മൂഡ് ആണെങ്കിൽ അതിന്റെ എക്സ്ട്രീം ആയിരിക്കും. അങ്ങനെ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അഡോളസന്റ് ഏജിൽ കാണപ്പെടില്ല. എല്ലാ സ്റ്റേറ്റും എല്ലാ മൂഡും അതിന്റെ എക്സ്ട്രീമിൽ വരാണ്. സ്വിച്ച് ഇട്ട പോലെയാണ്, സ്വിച്ചിങ് ഓഫ് ഇമോഷൻസ് എന്നാണ് നമ്മൾ പറയാറുള്ളത് അഡോളസന്റ് ഏജിൽ. അതായത് ഇപ്പോ ഈ നിമിഷത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന കുട്ടി തൊട്ടടുത്ത നിമിഷത്തിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് സാഡ് ആയിട്ട് മാറും, തൊട്ടടുത്ത നിമിഷത്തിൽ ഭയങ്കര ദേഷ്യമായിട്ട് മാറും. അങ്ങനെ സ്വിച്ചിങ് ഓഫ് ഇമോഷൻസ് വരുന്ന ഒരു സ്റ്റേജ് ആണ് അഡോളസന്റ് ഏജ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിനെ, അഡോളസന്റ് ഏജിനെ നമ്മൾ പലപ്പോഴും ഇറ്റ്സ് എ സ്റ്റേജ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്റ്റോം എന്നൊക്കെയാണ് കേട്ടോ നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. അത്രയും മൂഡ് സ്വിങ്സ് വരുന്ന, ഭയങ്കര ഇമ്പൾസിവിറ്റി കാണിക്കുന്ന ഒരു സ്റ്റേജ് ആണ് അഡോളസന്റ് ഏജ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു കാര്യത്തിന് ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ പോലും മുന്നും പിന്നും നോക്കാതെ, അല്ലെങ്കിൽ അത് ഈ ഒരു ഡിസിഷൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താകും, ഇതൊന്നും നമ്മൾ നോക്കാതെ നമ്മൾ ഇമ്പൾസീവ് ആയിട്ട് പെരുമാറാൻ സാധ്യതയുള്ള ഒരു സ്റ്റേജ് ആണ് അഡോളസന്റ് ഏജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഭയങ്കര എടുത്തുചാട്ടക്കാരാകും, മുന്നും പിന്നൊന്നും നോക്കൂല, നമ്മൾക്ക് അപ്പൊ തോന്നിയത് നമ്മൾ അധികം ചിന്തിക്കാതെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ്, ഇമ്പൾസിവിറ്റി ഒക്കെയുള്ള ഒരു സ്റ്റേജ് ആണ് അഡോളസന്റ് ഏജ് എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മൾ ഭയങ്കരമായിട്ട് സെൽഫ് കോൺഷ്യസ് ആകും. അത് നമ്മളുടെ അപ്പിയറൻസ്, നമ്മളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ, നമ്മളുടെ ബ്യൂട്ടി, അതുപോലെ തന്നെ നമ്മളുടെ ടോക്കിംഗ്, നമ്മളുടെ വേ ഓഫ് വാക്കിംഗ്, എല്ലാ തരത്തിലും അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഭയങ്കര സെൽഫ് കോൺഷ്യസ്നെസ് ആകും. ഓക്കെ, അതായത് ഓക്കെ ഞാനിപ്പോ എന്തെങ്കിലും തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ എന്തെങ്കിലും പറയോ, അല്ലെങ്കിൽ ഇത് ബോറാണോ, ഇത് മോശമാണോ, ഇത് ലെങ്ത് ഇത്തിരി കൂടിപ്പോയോ, ലെങ്ത് ഇത്തിരി കുറഞ്ഞു പോയോ, അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ഇങ്ങനെ കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് അഡോളസന്റ് ഏജ് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ സമയത്ത് എന്ന് പറയുന്നത് നമ്മൾ ക്രിറ്റിസിസത്തിനോടൊക്കെ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് നേരെ വരുന്ന ക്രിറ്റിസിസം, അതായത് നമ്മൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റാണ് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനോടൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യും. നമുക്ക് അതൊന്നും വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഒരു സ്റ്റേജിൽ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ക്രിറ്റിസിസം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹേർട്ട്ഫുൾ ആയിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ അഡോളസന്റ് ഏജ് എന്ന് പറയുന്നത് ക്രിറ്റിസിസത്തിനൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് അതിനൊന്നും വിഡ്രോ ചെയ്യാൻ എന്താ ഉള്ള ഒരു കപ്പാസിറ്റി ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ അഡോളസന്റ് ഏജിനെ പറ്റി പറയാന്നുള്ളതാണ് കേട്ടോ. ദെൻ കൺസേൺ അബൌട്ട് ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റി. നമ്മൾ എപ്പോഴും നമ്മളുടെ ഫിസിക്കൽ ഗ്രോത്തിനെ മെച്യൂരിറ്റിയും ഒക്കെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ഒരു കൺസേൺ കാണിക്കും എന്നുള്ളതാണ്. അതായത് അവന് താടി വന്നല്ലോ, എനിക്കെന്താ താടി വരാത്തെ, അവന് മീശ വന്നല്ലോ, എനിക്കെന്താ വരാത്തെ,
അങ്ങനെ നമ്മളുടെ ഒരു മെച്യൂരിറ്റി, ഫിസിക്കൽ ഗ്രോത്തിനെ പറ്റിയിട്ട് നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട്, കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് കേട്ടോ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നുണ്ട്. കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, മൂഡ് സ്വിങ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ ഇമ്പൾസീവ് ആകും, നമ്മൾ ഭയങ്കര സെൽഫ് കോൺഷ്യസ് ആകും, ഫിസിക്കൽ ഗ്രോത്തിനെ മെച്യൂരിറ്റിയെ പറ്റിയിട്ടൊക്കെ കൺസേൺ ഉണ്ടാകും. ഇതൊക്കെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വരുന്നതാണോ? ഇതിനൊക്കെ ഒരു റീസൺ ഉണ്ടാവില്ലേ? എന്ത് റീസൺ കൊണ്ടായിരിക്കും നമ്മൾക്ക് ഇങ്ങനെ മൂഡ് സ്വിങ്സും അതുപോലെ തന്നെ ഇമ്പൾസിവിറ്റിയും ദേഷ്യവും കാര്യങ്ങളും അതുപോലെ തന്നെ കൺസേൺ അബൌട്ട് ഫിസിക്കൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുന്നത്? എന്തൊരു റീസൺ കൊണ്ടായിരിക്കും? യെസ്, എക്സാക്ട്ലി, ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് അല്ലെ. നമ്മൾക്കറിയാം, നമ്മൾക്ക് പ്യൂബേർട്ടി സംഭവിക്കുമ്പോഴാണ് ആ ഒരു സ്റ്റേജിനെയാണ് അഡോളസന്റ് ഏജ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഒരുപാട് ഫിസിക്കൽ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ഹോർമോൺസ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് അഡോളസന്റ് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ഇമോഷൻസിലും നന്നായിട്ടുണ്ടാകും എന്നുള്ളതാണ് കേട്ടോ. അതിന്റെ ഭാഗമായിട്ടാണ്, ഈ ഹോർമോണൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ഫിസിക്കൽ ഗ്രോത്തിൽ മാറ്റം ഉണ്ടാകുന്നത്, നമ്മൾക്ക് ഇമോഷണൽ ചേഞ്ചസ് വരുന്നത്. അങ്ങനെ അഡോളസൻസിൽ നടക്കുന്ന പല ചേഞ്ചസും, അല്ലെങ്കിൽ എല്ലാ ചേഞ്ചസും ഹോർമോണൽ ചേഞ്ചസ് കാരണമാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മൾക്ക് ഈ ഒരു സ്റ്റേജില് നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കും. അതായത് നമ്മൾ വലുതായി, നമ്മൾ ഒരു അഡൾട്ട് ആയി എന്നുള്ളൊരു തോന്നല് ഈ ഒരു അഡോളസന്റ് ഏജിലുള്ള ഒരു കുട്ടിക്ക് ഉണ്ടാകും. നമ്മൾ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആവാനുള്ള ഒരു ഡിസയർ. നമ്മൾ വലിയ കുട്ടിയായില്ലേ, ഇനി എന്താ നമ്മൾ ഒറ്റയ്ക്ക് വിട്ടാല്, ഞാൻ വലിയ കുട്ടിയായല്ലോ, പിന്നെ എന്തിനാ അച്ഛനും അമ്മേന്റെ കൂടെ വരുന്നത്, എനിക്ക് ഒറ്റയ്ക്ക് പോയിക്കൂടെ. അങ്ങനെ ഇൻഡിപെൻഡന്റ് ആകാനുള്ള ഒരു ഡിസയർ ഈ ഒരു സമയത്ത് കാണാറുണ്ട്. അതുപോലെ തന്നെ സെർച്ച് ഫോർ ആൻ ഐഡന്റിറ്റി, നമ്മൾ ഐഡന്റിറ്റി സീക്ക് ചെയ്യുന്ന ഒരു ഏജ് ആണ് ഈ അഡോളസന്റ് ഏജ് എന്ന് പറയുന്നത്. ഒരു അഡൾട്ട് ഐഡന്റിറ്റിക്കുള്ള ഒരു സെർച്ച് ആണ് ഈ ഒരു അഡോളസന്റ് ഏജിൽ നടക്കുന്നത്. എന്താണ് ഈ ഒരു ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐഡന്റിറ്റി സീക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ഞാൻ ആരാണ്, എന്റെ ഒരു റോൾ എന്താണ്, അല്ലെങ്കിൽ എന്റെ റെസ്പോൺസിബിലിറ്റി ഇവിടെ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾക്ക് ആൻസർ കിട്ടണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊന്നും നമ്മൾക്ക് ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് അവിടെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് വരും. ഞാൻ എന്താണ്, ഞാൻ ആരാണ്, അല്ലെങ്കിൽ എന്റെ ഒരു റോൾ എന്താണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു സമൂഹത്തിൽ എന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഭയങ്കര കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റേജ് ആണ് അഡോളസൻസ് ഏജ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ കൺഫ്യൂഷൻസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ മറികടക്കുവാണെങ്കിൽ നമ്മുടെ ഡെവലപ്മെന്റ് ഒക്കെ സ്മൂത്ത് ആയിട്ട് നടക്കും. ഇനി നമ്മൾക്ക് ഇതിനെയൊന്നും മറികടക്കാൻ പറ്റുന്നില്ല, ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതിനൊന്നും നമ്മൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ല, ഒരു ആൻസർ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാകും. ഈ ഐഡന്റിറ്റി ക്രൈസിസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പല പല ഇമോഷണൽ പ്രോബ്ലംസും അതുമായിട്ട് ലീഡ് ചെയ്തുണ്ടാകും എന്നുള്ളതാണ് കേട്ടോ. സോ ഐഡന്റിറ്റി സീക്ക് ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു അഡോളസന്റ് ഏജ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുക, നമ്മളെ ആരെങ്കിലും കളിയാക്കുക, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരു റിജക്ട് ചെയ്യുക, ഒരു റിജക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾ അതിനോട് ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്യും, നമ്മൾ നെഗറ്റീവ്ലി അതിനോട് റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതാണ്. അതായത് കുറച്ചും അധികം മെച്യൂർ അല്ലാത്ത രീതിയിലായിരിക്കും നമ്മളുടെ എല്ലാ പെരുമാറ്റങ്ങളും എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇനി ഈ ഒരു ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട രണ്ട് സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് ആണ് കേട്ടോ, രണ്ട് സൈക്കോളജിക്കൽ ബിഹേവിയേഴ്സ് ആണ് ഇമാജിനറി ഓഡിയൻസും പേഴ്സണൽ ഫേബിളും. പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി ഇരിക്കാം. അതായത് അഡോളസന്റ് ഏജിലുള്ള കുട്ടികളിൽ കാണപ്പെടുന്ന രണ്ട് രീതിയിലുള്ള ബിലീഫ്, അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള എന്താ പറയാ ബിഹേവിയർ ആണ് ഇമാജിനറി ഓഡിയൻസ് അല്ലെങ്കിൽ പേഴ്സണൽ ഫേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇമാജിനറി ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് പേഴ്സണൽ ഫേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇമാജിനറി ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് ആണ് കേട്ടോ. അതായത് നമ്മൾ ചെയ്യുന്നതൊക്കെ, അല്ലെങ്കിൽ നമ്മളെ എല്ലാവരും ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റും 100 കണ്ണുകളുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാവരും നമ്മളെയാണ് ശ്രദ്ധിക്കുന്നത്, എല്ലാവരും നമ്മളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ബിലീഫിനെയാണ് ഇമാജിനറി ഓഡിയൻസ് എന്ന് പറയുന്നത്.
ഇപ്പൊ ഞാനിങ്ങനെ വേറൊരു കുട്ടിയോട്, ഞാൻ അഡോളസെന്റ് ഏജിലുള്ള ഒരാളാണ്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ മനസ്സിൽ വരുന്നതാണ്, ഓക്കെ, ചുറ്റുമുള്ള ആൾക്കാരൊക്കെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്റെ കമ്മല് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന മാല നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവരെന്റെ ഡ്രസ്സിനെ കുറിച്ചിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്, ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ എന്താണോ സംസാരിക്കുന്നത് അതൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ യാതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, അവർ ഈ കുട്ടിയെ നോക്കുന്ന പോലും ഉണ്ടാവില്ല. പക്ഷെ അഡോളസെന്റ് ഏജിലുള്ള കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു ബിലീഫാണ് ഇമാജിനറി ഓഡിയൻസ്. ചുറ്റുമുള്ള ആളുകളൊക്കെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ചിന്ത. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ എല്ലാവരും ആ ഒരു പ്രായം കഴിഞ്ഞ് വന്നവരാണല്ലേ. സോ നമ്മൾക്കൊക്കെ നമ്മളിൽ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ടായിരിക്കും ഈ ഇമാജിനറി ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു ബിലീഫ് ഈ ഒരു പ്രായത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോ രാവിലെ എണീക്കുമ്പോ കണ്ണാടിയിൽ നോക്കുമ്പോ ഫേസിൽ ഒരു പിമ്പിൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തോട്ട്സ് എന്തൊക്കെയായിരിക്കും? അയ്യോ, ഇതിപ്പോ എന്ത് ചെയ്യും? നമ്മൾ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും? അല്ലെങ്കിൽ ഇത് നോക്കുമ്പോ അവരെന്ത് വിചാരിക്കും? അവരെന്താ ചിന്തിക്കുക? എന്നെ പറ്റിയിട്ട് എന്താ ചിന്തിക്കുക? ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അവരെന്താ എന്താ മനസ്സിലാക്കുക? അപ്പൊ ഇങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ ഈ ഇമാജിനറി ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു ബിലീഫ് ഉള്ളത് കൊണ്ടായിരിക്കും ട്ടോ ഈ ഒരു സമയത്ത് കാണുന്നത്. അപ്പൊ ഇമാജിനറി ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, നമ്മള് നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യുന്ന, നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഓഡിയൻസിനെ നമ്മൾ തന്നെ ചിന്തിച്ചുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഇമാജിനറി ഓഡിയൻസ് എന്ന് പറയുന്നത്. അഡോളസെന്റ് ഏജിൽ കാണപ്പെടുന്ന ഒരു ബിലീഫാണ് ട്ടോ. ഓക്കെ, ഓക്കെ, ദെൻ പേഴ്സണൽ ഫേബിൾ. എന്താണ് പേഴ്സണൽ ഫേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പേഴ്സണൽ ഫേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, നമ്മൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര യുണീക്ക് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിനെയാണ് പേഴ്സണൽ ഫേബിൾ എന്ന് പറയാം. അതായത് എന്താ പറയാ, എന്നെന്താ ആരും മനസ്സിലാക്കാത്തെ? എന്റെ അവസ്ഥ അറിഞ്ഞൂടെ? എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചിന്തിച്ചൂടെ? ഏഹ് എന്നെ എന്തൊന്നും മനസ്സിലാക്കാത്തെ? ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താ ഒന്നും മനസ്സിലാക്കാത്തെ? എന്നെ ഒന്ന് മനസ്സിലാക്കൂ. അങ്ങനെ എല്ലാത്തിനും ഞാൻ എന്റെ എന്ന് പറയുന്ന, ഞാൻ ഭയങ്കര സ്പെഷ്യൽ ആണ്, യുണീക്ക് ആണ്, എനിക്ക് മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ ഇങ്ങനെ യുണീക്ക് ആയിട്ടുള്ളത് എന്നുള്ളൊരു ബിലീഫിനെയാണ് പേഴ്സണൽ ഫേബിൾ എന്ന് പറയുന്നത്. എന്റെ എന്താ അച്ഛനും അമ്മയും മനസ്സിലാക്കാത്തെ? എന്റെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിച്ചൂടെ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബിലീഫ് ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ഈ ഒരു അഡോളസെന്റ് ഏജില് അച്ഛനമ്മമാരുമായിട്ട് കൂടുതൽ വഴക്കുണ്ടാവുന്ന ഒരു സ്റ്റേജ് ആണ്. എല്ലാം എന്റെ എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു ഏജിലുള്ള കുട്ടികൾ കൂടുതലായിട്ടും ചിന്തിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് പേഴ്സണൽ ഫേബിൾ എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും മനസ്സിലാക്കാം, ഇമാജിനറി ഓഡിയൻസും പേഴ്സണൽ ഫേബിളും അഡോളസെന്റ് ഏജിൽ സംഭവിക്കുന്ന രണ്ട് ബിലീഫ്സ് ആണ്, ആ കുട്ടികൾക്ക് ഉണ്ടാവുന്ന രണ്ട് ബിലീഫ്സ് ആണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം ട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, അതായത് നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ട്ടോ. കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പോ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സിന്റെ പല കാര്യങ്ങളും നമ്മൾക്ക് ബന്ധപ്പെടുത്താം. അതായത് അഡോളസെന്റ് ഏജിലുള്ള കുട്ടികൾ എങ്ങനെയായിരിക്കും അവരുടെ ചിന്ത പോകുന്നത്, എങ്ങനെയായിരിക്കും അവർ ചിന്തിക്കുന്നത്, കാര്യങ്ങൾ പ്രോസസ് ചെയ്യുന്നത് എന്നുള്ളതാണ് കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ പറയാം അല്ലെ, നമ്മുടെ ചിന്തയുടെ ഒരു രീതി എങ്ങനെയായിരിക്കും? കോൺക്രീറ്റ് ലെവലിൽ നിന്ന് അബ്സ്ട്രാക്ട് ലെവലിലോട്ട് മാറിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ കാര്യങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിന്തിച്ചിട്ട് ഓരോ കാര്യങ്ങളും, ഇതെന്ത് ഇങ്ങനെ ആയത്, ഈ സമൂഹം എന്താ ഇങ്ങനെ, ഈ സൊസൈറ്റി എന്താ ഇങ്ങനെ, അതെന്താ ബോയ്സിന് മാത്രം പോകാൻ പറ്റുന്നത്, ഗേൾസിന് എന്തുകൊണ്ട് പോയിക്കൂടാ? ഓക്കെ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും? ഒരു മാറ്റം അനിവാര്യമാണ്, ഇതല്ല ന്യായം, ഇതല്ല നീതി, ഇങ്ങനെയല്ല നീതി നടപ്പിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഈ സമൂഹം മാറണം, നമ്മുടെ സൊസൈറ്റിയിലുള്ള ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറണം. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ഒരു ഡിസയർ, ഭയങ്കര ഒരു ത്വരയായിരിക്കും ഈ ഒരു അഡോളസെന്റ് ഏജിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ ഒരു സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരണം, സമൂഹം മാറണം, സൊസൈറ്റി മാറണം എന്നുള്ള ഭയങ്കര ഒരു കൺസേൺ, അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ഡിസയർ ആയിരിക്കും അഡോളസെന്റ് ഏജിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവുക. പക്ഷേ അവർക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറവാണ്. അതായത് ഈ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ സുപ്രഭാതത്തില് ഇവിടെ ഒരു ചേഞ്ച് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ, എന്നുള്ള റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു കാപ്പബിലിറ്റി അഡോളസെന്റ് ആയിട്ടുള്ള കുട്ടികൾക്കില്ല. കുറച്ചും കൂടെ ഫാന്റസി വേൾഡിലാണ് അവര്. ഓക്കെ, റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്തയിലോട്ട് അവര് അത്രത്തോളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് അഡോളസെന്റ് ലേണേഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാനുള്ളത് കേട്ടോ.
മറ്റ് ഒരു കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഡിസയർ, ഭയങ്കര ആഗ്രഹങ്ങൾ, ഭയങ്കര ആംബിഷ്യസ് ആയിരിക്കും. അതായത് നമ്മൾക്ക് തന്നെ അറിയാം, നമ്മൾ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു അഡോളസന്റ് ഏജ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അംബീഷൻ ആയിരിക്കും അല്ലെ. എനിക്ക് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എനിക്ക് അതാകണം, ഇന്നതാകണം, സയന്റിസ്റ്റ് ആവണം, മറ്റേതാവണം, മറിച്ചതാവണം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര അംബീഷൻസ് ആയിരിക്കും അല്ലെ. പക്ഷേ ഈ അംബീഷൻസ് ഉണ്ടാകും, പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കാപ്പബിലിറ്റി അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. വളരെ കുറച്ചു പേര് മാത്രമേ ആ ഒരു ആഗ്രഹങ്ങളും ആ ഒരു അംബിഷൻസും സസ്റ്റെയിൻ ചെയ്ത് അഡൾട്ട്ഹുഡിലേക്ക് പോകൂ എന്നുള്ള ഒരു കാര്യം ഇവിടെയുണ്ട്. നമ്മൾക്ക് തന്നെ അറിയാം അല്ലെ, നമ്മൾ ഒരു 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഇന്നതാകും എന്ന് പറഞ്ഞ സംഭവമല്ല നമ്മളിപ്പോ ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആവാൻ പോകുന്നത് വേറെ ഒരു കാര്യമായിരിക്കും. അപ്പോ ഈ അഡോളസന്റ് ഏജിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അവർക്ക് കാര്യങ്ങള് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഇന്നതായി തീരണം, അതാവണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ ആഗ്രഹങ്ങൾ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇത്രയാണ് കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയാനുള്ളത്. അപ്പൊ ക്ലിയർ ആണോ? അഡോളസന്റ് ലെവലിലുള്ള കുട്ടികളുടെ അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ്, കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ഇനി നിങ്ങൾ ഇത്രയും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതൊക്കെ എന്തിനാ നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്? നമ്മൾക്കറിയാം അല്ലെ, നമ്മളെല്ലാവരും ടീച്ചേഴ്സ് ആവാൻ പോകുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണ്. അപ്പൊ നമ്മളുടെ മുന്നിൽ ഒരു അഡോളസന്റ് ഏജിലുള്ള ഒരു കുട്ടി ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവര് പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു കുട്ടി പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത് ആ കുട്ടിയുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു തെറ്റല്ല, അല്ലെങ്കിൽ ആ കുട്ടി മോശമായിട്ടല്ല, ആ കുട്ടിയുടെ ഒരു ഏജ് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ കുട്ടി അഡോളസന്റ് ഏജ് ആണ്. അഡോളസന്റ് ഏജ് എന്ന് പറയുന്നത് ഇന്നിന്ന സവിശേഷതകളുള്ള ഒരു ഏജ് ആണ്. അതുകൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അല്ലാതെ ആ കുട്ടി ഭയങ്കര മോശമാണെന്നോ ഭയങ്കര ബാഡ് ആണെന്നോ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ക്ലാസ്സിലൊക്കെ പോയിട്ട് നമ്മൾ നല്ല രീതിയിലൊക്കെ ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്തു, എന്നിട്ട് നമ്മൾ കുട്ടിയോട് ഒരു ചോദ്യം ചോദിച്ചു, കുട്ടിക്ക് അത് കിട്ടിയില്ല. കുട്ടിയോട് നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഷൗട്ട് ചെയ്ത് ആ കുട്ടി എന്ത് ചെയ്തു, തിരിച്ചു ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഓക്കെ, അഡോളസന്റ് ഏജിലുള്ള ഒരു കുട്ടിയാണ്, ഇമ്പൾസിവിറ്റി ഭയങ്കരമായിട്ടുള്ള ഒരു സ്റ്റേജ് ആണിത്, അത് ആ ഒരു സ്റ്റേജിന്റെ പ്രശ്നമാണ്, അല്ലാതെ ആ കുട്ടിയുടെ പ്രശ്നമോ ആ കുട്ടി ഭയങ്കര മോശമായത് കൊണ്ടോ ഒന്നുമല്ല എന്നുള്ളത് ആസ് എ ടീച്ചർ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ എന്താ പറയാ, ഒരു വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളുടെ ക്ലാസ്സിൽ എന്താ പറയാ, ഒരു കുട്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുകയാണ്, മറ്റു കുട്ടിയുമായിട്ട് ഭയങ്കര ദേഷ്യം, ഭയങ്കര വഴക്ക്, അല്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂ, ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്ക അത് ആ കുട്ടി മോശമായതുകൊണ്ടല്ല. അഡോളസന്റ് ഏജ് എന്ന് പറയുന്നത് മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രായമാണ്, ഭയങ്കര ഇമ്പൾസിവിറ്റി ഉണ്ടാകുന്ന പ്രായമാണ്. അപ്പൊ ആ പ്രായത്തിന്റെ ഒരു പക്വതയില്ലായ്മ ആയിട്ട് ആസ് എ ടീച്ചർ നമ്മൾക്ക് അതിനെ കാണാൻ പറ്റണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കല് നിർബന്ധമാണ്. അതുകൊണ്ടാണ് അഡോളസന്റ് ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, അതെ, നമുക്ക് നല്ല രീതിയിൽ കുട്ടികളെ ഡീൽ ചെയ്യണം, കുട്ടിയുടെ മനസ്സറിഞ്ഞ് പഠിപ്പിക്കണം, സ്റ്റുഡൻസിനെ കുട്ടികളോട് എമ്പതറ്റിക് ആയിട്ട് പെരുമാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഓരോ ഏജിനനുസരിച്ചിട്ടും പല രീതിയിലാണ് കുട്ടികൾ ബിഹേവ് ചെയ്യുന്നത്, കുട്ടികൾ ഓരോ ആറ്റിറ്റ്യൂഡ് ഹോൾഡ് ചെയ്യുന്നത്, എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടിരിക്കണം. നമ്മൾക്കറിയാം, നമ്മളൊരു 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ ക്ലാസ്സിൽ ഇരുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടാണോ നമ്മൾ PG ലെവലിൽ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്നത്? ഒരുപാട് ചേഞ്ചസ് നമ്മളിൽ ഉണ്ടായിട്ടുണ്ടല്ലേ. നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട്, നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ, കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോ ഒരു അഡോളസന്റ് കുട്ടിയെ ഡീൽ ചെയ്യുന്ന രീതിയിലല്ല ഒരു അഡൾട്ട് ആയിട്ടുള്ള കുട്ടിയെ ഡീൽ ചെയ്യേണ്ടത്, നേരെ തിരിച്ചും. അപ്പൊ ഓരോ ലെവലിലുള്ള ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമ്മൾക്കൊരു ടീച്ചിങ് പ്രോസസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. ക്ലിയർ അല്ലേ? ഇപ്പൊ അഡോളസന്റ് ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കിനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൽട്ട് ലേണർ പഠിക്കാം. ഓക്കെ,
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൾട്ട് ലേണർ. അഡൾട്ട് എന്ന് പറയുമ്പോൾ അഡോളസൻ ലെവൽ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ട് മുന്നേറുന്ന ഡെവലപ്മെന്റൽ സ്റ്റേജ് ആണ് അഡൾട്ട് ലേണർ. നമ്മൾക്ക് അഡൾട്ട്സിനെ 3 എന്താ സ്റ്റേജസ് ആയിട്ട് തിരിക്കാം കേട്ടോ. അതായത് യങ് അഡൾട്ട്ഹുഡ്, മിഡിൽ അഡൾട്ട്ഹുഡ്, ലേറ്റ് അഡൾട്ട്ഹുഡ് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് 3ആയിട്ട് അഡൾട്ട്ഹുഡിനെ നമ്മൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നമ്മളിപ്പോ മൊത്തത്തിൽ പഠിക്കുന്നത് അഡൾട്ട് ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, ഒരു 5 മിനിറ്റ് ബ്രേക്ക് തരുമോ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഒരു ബ്രേക്കിന് ശേഷം തുടർന്നാൽ മതിയോ? ഓക്കെ, നമുക്ക് എന്നാ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് ഫ്രഷ് ആയിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൾട്ട് ലേണർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഓക്കെ, ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവരും ഇവിടെ തന്നെ ഇല്ലേ? ഓക്കെ, അപ്പോ നമ്മൾക്ക് ഇനി അടുത്തതായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൾട്ട് ലേണർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഡൾട്ട് ലേണറിന്റെ 4 ഡൊമൈനിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ഇനി കവർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോ നമ്മൾക്ക് നോക്കാം. ആദ്യം തന്നെ അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അഡോളസന്റ് ലേണറിന്റെ അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടാ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതായത് ഒരു അഡോളസന്റ് ലെവലിൽ നിന്നും ഒരു അഡൾട്ട് ലെവലിലേക്ക് വരുമ്പോൾ അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? ഓക്കെ, സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നുണ്ട്. സെൽഫ് ലേണിംഗ്, വീണ്ടും സെൽഫ് ലേണിംഗ് വന്നിട്ടുണ്ട്. പ്രോബ്ലം സെന്റേർഡ് ലേണിംഗ് എന്ന് പറയുന്നുണ്ട്. ക്രിട്ടിക്കൽ തിങ്കിങ് കൂടും, കുറച്ചുകൂടെ ഫോക്കസ് കൂടും എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം അല്ലെ, നമ്മൾ കുറച്ചും കൂടെ സെൽഫ് ലേൺ ചെയ്യാനൊക്കെ പഠിച്ചത് ഈ ഒരു അഡൾട്ട് ലെവലിൽ എത്തിയപ്പോഴാണ്. അതായത് കാര്യങ്ങളെ നമ്മൾ കുറച്ചും കൂടെ അതിന്റെ ഒരു ബിഗ് പിക്ചർ നമ്മൾ കിട്ടണം. നമ്മൾ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പഠിക്കുന്നതെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാര്യങ്ങൾ പഠിക്കൂ എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾ നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് ഒരു പേർപ്പസ് ഉണ്ടല്ലേ. നിങ്ങൾ വെറുതെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, വെറുതെ നെറ്റ് ക്വാളിഫൈ ചെയ്യാം. ഒരു എക്സാം ഉണ്ട്, നെറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്, എന്നാൽ പോയി അറ്റൻഡ് ചെയ്യാം എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടിയിട്ടല്ല നെറ്റ് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, നിങ്ങൾക്കൊരു പേർപ്പസ് ഉണ്ടല്ലേ. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോ നെറ്റ് ക്വാളിഫൈ ചെയ്ത് അസിസ്റ്റന്റ് പ്രൊഫസർ ആകണം, അല്ലെങ്കിൽ JRF ക്രാക്ക് ചെയ്തിട്ട് ഒരു ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എന്താ PhDക്ക് അഡ്മിഷൻ കിട്ടണം എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ട്, ഒരു പേർപ്പസ് ഉണ്ട്. ആ പേർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്തിനു വന്നിരിക്കുന്നത്? കഷ്ടപ്പെട്ട് ഈ ഒരു സമയമൊക്കെ കണ്ടെത്തി നിങ്ങൾ വർക്ക് ചെയ്യുന്നവരായിരിക്കും, നിങ്ങൾ മദേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പല പല റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകളായിരിക്കും. അതിനിടയിലും നിങ്ങൾ ടൈം കണ്ടെത്തി 7 മണിക്ക് നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള പേർപ്പസ് ഉണ്ട് പഠിക്കുന്നതിന്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ആണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ കറക്റ്റ് ഒരു പേർപ്പസ് ഇല്ലാതെ വെറുതെ നിങ്ങൾ ഒരു കാര്യം പഠിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ 10ാം ക്ലാസ്സിൽ എന്താ ഫുൾ A+ വാങ്ങണം എന്നുള്ള ഒരു എയിം വെച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് എയിം വെക്കുന്നത്? പല പല കാര്യങ്ങൾ ഉണ്ടാകും അല്ലെ. ചിലപ്പോൾ നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലെക്സിൽ നമ്മളുടെ ഒരു പേര് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഫോട്ടോ വരാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഓഫർ ചെയ്തിട്ടുണ്ടാകും, ആ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും. കൂടുതൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു +1 ഇഷ്ടപ്പെട്ട ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം എന്നുള്ളൊരു മോട്ടീവോട് കൂടിയിട്ടായിരിക്കും. അതിനപ്പുറം നമുക്ക് ഭയങ്കര ഒരു പേർപ്പസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അല്ലെ. പക്ഷെ അഡൾട്ടിന്റെ കേസിൽ വരുവാണെങ്കിൽ കറക്റ്റ് അവർക്ക് ഒരു പേർപ്പസ് ഉണ്ടാകും, കറക്റ്റ് അവർക്ക് ഒരു ഗോൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ അഡൽട്ടിന്റെ അക്കാഡമിക് ആസ്പെക്ട്സ് പറയുവാണെങ്കിൽ അവരുടെ സ്റ്റഡീസ് ഒക്കെ ഭയങ്കരമായിട്ടും ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കുള്ളൂ എന്നുള്ളതാണ്. റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കുള്ളൂ. അതായത് നിങ്ങൾക്കിപ്പോ എന്താ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നത്? നെറ്റ് എക്സാമിന് ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പഠനമാണല്ലേ നടക്കുന്നത്. അല്ലാതെ വെറുതെ നെറ്റിന്റെ കോച്ചിങ്ങിന് ചേർന്നാലോ കുറെ അധികം അറിവ് കിട്ടും, നമ്മുടെ സബ്ജക്റ്റിലും കുറെ അധികം അറിവ് കിട്ടും, അല്ലെങ്കിൽ പേപ്പർ 1 പല പല ജനറൽ നോളജും കാര്യങ്ങളും ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് അറിവ് കിട്ടും എന്നുള്ള ഒരു ആസ്പെക്റ്റിലല്ല അല്ലെ. കംപ്ലീറ്റ്ലി ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പഠനമാണ് നിങ്ങൾ നടത്തുന്നത്, അഡൾട്ട് നടത്തുന്നത് എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ ഒരു അഡൾട്ട് ആയിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കുറെ സബ്ജക്ട്സ് ഇങ്ങനെ വെറുതെ പഠിക്കലല്ലേ ചെയ്യുന്നത്.
നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. പഠനം കുറച്ചുകൂടെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും, സെൽഫ് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. നമ്മൾ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് കെമിസ്ട്രി പഠിക്കുന്നുണ്ട്, ബയോളജി പഠിക്കുന്നുണ്ട്, ഫിസിക്സ് പഠിക്കുന്നുണ്ട്, ജോഗ്രഫി, ഹിസ്റ്ററി, മാത്തമാറ്റിക്സ്, ഒരുപാട് സബ്ജക്ട് പഠിക്കുന്നുണ്ട് അല്ലെ. അതായത് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും പഠിക്കുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ ഇഷ്ടമില്ലാതെ വെറുതെ എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കാം, PGക്ക് പഠിച്ച നമ്മള് അല്ലെങ്കിൽ ഇപ്പോഴുള്ള നമ്മളെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കാം. നമ്മളിങ്ങനെ ചവറ് പോലെ കാര്യങ്ങൾ പഠിക്കുകയാണോ? അല്ല അല്ലെ. നമ്മളുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്. ആ ഒരു കാര്യങ്ങളിലുള്ള ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഒക്യുപേഷണൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പർപ്പസ് ഉള്ള ഒരു പഠനമാണ് നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോ നമ്മൾ ഈ അഡൽട്ട് ആയിരിക്കുമ്പോ അഡൽട്ട് ലേണേഴ്സ് പ്രിഫർ ചെയ്യാന്ന് പറയുന്നത് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പഠിക്കുക, അല്ലെങ്കിൽ കാര്യങ്ങൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ള ഒരു ലേണിംഗ് സിസ്റ്റം ആയിരിക്കും അവർ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഒരു ഓവറോൾ അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൽട്സ് എന്ന് പറയുന്നത്. അവരുടെ ലേണിംഗ് എന്ന് പറയുന്നത് സെൽഫ് ഡയറക്റ്റഡ് ആയിരിക്കും. അതായത് അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചറോ അവരെ കംപ്ലീറ്റ് സിലബസ് അനുസരിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഓരോ പീരീഡ് ഇങ്ങനെ ക്ലാസ്സിൽ വന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ടീച്ചർ വേണം എന്നൊന്നും അവർക്കില്ല. അവരെ ഗൈഡ് ചെയ്യാനും അവരെ മെന്റർ ചെയ്യാനും ആരുമില്ലെങ്കിലും അവർ തന്നെ അവർക്ക് പഠിക്കാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ട്, സെൽഫ് ലേണിങ്ങിനുള്ള കപ്പാസിറ്റി ഉണ്ട്, സെൽഫ് ഡയറക്റ്റഡ് ആയിരിക്കും, സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. ഇപ്പൊ നിങ്ങളൊക്കെ നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്തത് നിങ്ങൾ അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ടാണോ? അല്ല അല്ലെ. അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് ജോയിൻ ചെയ്തതാണോ? അല്ല. നമ്മൾക്ക് തന്നെ തോന്നിയിട്ട് നമ്മൾക്കത് നേടണം, നമ്മൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യണം, JRF ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവണം എന്നുള്ള നമ്മളുടെ ഒരു പേർപ്പസിന്റെ അടിസ്ഥാനത്തിലാണല്ലേ നമ്മളെല്ലാവരും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും സെൽഫ് ഇൻട്രസ്റ്റഡ് ആയിരിക്കുള്ളൂ. നിങ്ങൾ ഓരോരുത്തരുടെയും പേപ്പർ 2 സബ്ജക്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഏരിയ ആയിരിക്കുള്ളൂ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്ജക്റ്റ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കി വിട്ടിട്ടുണ്ടാകും അല്ലെ. അഡോളസൻസ് ആ ഒരു ഏജിൽ തന്നെ നിങ്ങൾ മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് എടുത്തിട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഒരു അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൽട്ട് ലേണർ എന്ന് പറയുവാണെങ്കിൽ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം, സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. എന്തൊക്കെ ആയിരിക്കും സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അഡൽട്ട് ലേണറിന്റെ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കാം? ബാക്കിയുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുമായിട്ടുള്ള സൊസൈറ്റിയുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഒരു അഡോളസന്റ് ഏജിൽ നിന്നും അഡൽട്ട്ഹുഡ് ഏജിലോട്ട് വരുമ്പോൾ നമ്മൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വരും അല്ലെ. ഒരുപാട് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾക്ക് വരും. നമ്മൾക്ക് വെറുതെ ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടന്ന് ഇങ്ങനെ പഠിച്ചാൽ മാത്രം പോരാ അല്ലെ. അഡോളസന്റ് ഏജിൽ നിന്നും അഡൽട്ട്ഹുഡിലേക്ക് വരുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ വെറുതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മാത്രമായിരിക്കില്ല. ഒരേ സമയം ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആളുകൾ ഉണ്ടാകും, കുട്ടിയെ നോക്കിക്കൊണ്ട് പഠിക്കുന്ന ആളുകൾ ഉണ്ടാകും, വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസും പഠനവും കൂടി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ഉണ്ടാകും. അങ്ങനെ വീട്ടിൽ നിന്നും ഫാമിലിയിൽ നിന്നും അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നും ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരുപാട് കമ്മിറ്റ്മെന്റ്സും റെസ്പോൺസിബിലിറ്റീസും ഉള്ള ആളുകളായിരിക്കും അല്ലെ. അപ്പൊ എല്ലാവരും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പഠിക്കുന്ന അല്ലെങ്കിൽ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ എന്നുള്ളതാണ് ഈ ഒരു അഡൽട്ട് ലേണറിന്റെ ഒരു സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാന്നുള്ളത്. ദെൻ ഈ ഒരു ഏജില് നമ്മൾക്ക് റെസ്പെക്ട് കിട്ടണം. നമ്മൾ ആരെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ആരെ കണ്ടിട്ടുണ്ടെങ്കിലും, ഇപ്പൊ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ അഡൽട്ട് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു റെസ്പെക്ട് കിട്ടണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടിയിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്താഗതിയോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ഓരോ സോഷ്യൽ റിലേഷൻഷിപ്പും ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ കാര്യമാണ് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾക്ക് പറയാൻ പറ്റുന്നത്. ദെൻ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾക്ക് എന്തൊക്കെയാ പറയാൻ പറ്റാ? നമ്മൾ അഡോളസൻസിന്റെ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് എടുത്തു നോക്കാം. ദെൻ അഡൽട്ടിലേക്ക് വരാം. അപ്പൊ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും വരാം? ഒരുപാട് ചേഞ്ചസ് ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരും. എന്തൊക്കെയായിരിക്കും? നമ്മൾ അഡോളസൻസിന്റെ പോലെ മൂഡ് സ്വിങ്സ് ആയിട്ട് ഉണ്ടാവോ? അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ഇമ്പൾസിവിറ്റിനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ?
ഇമോഷണൽ ഇന്റലിജൻസ് ഒക്കെ വളരെയധികം ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ടാകും അല്ലെ? അതായത് നമ്മൾക്ക് നമ്മളുടെ ഇമോഷൻസിൽ ഒരു കൺട്രോൾ കിട്ടും എന്നുള്ളതാണ്. നമ്മളുടെ ഇമോഷൻസിനെ തന്നെ നമ്മൾക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ട് നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസിനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അഡൾട്ട് ലേണേഴ്സിന്റെ. ഓക്കെ, ഭയങ്കരമായിട്ട് നമുക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിലും സങ്കടം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ഒരു പരിധി വിട്ട് പോവാതെ നമ്മൾക്ക് വെക്കാം എന്നുള്ളതാണ്. ആ ഒരു കൺട്രോൾ നമ്മൾക്ക് കിട്ടും എന്നുള്ളതാണ് കേട്ടോ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയാനുള്ളത്. ഇനിയിപ്പോ എന്താ നമ്മളുടെ ഒരു ഫിസിക്കൽ കണ്ടീഷനിങ് പറയുവാണെങ്കിൽ എന്താ ഫിസിക്കൽ കണ്ടീഷൻസ്, അതായത് അഡോളസൻസിൽ നിന്നും അഡൾട്ട്ഹുഡിലോട്ട് എത്തുമ്പോൾ നമ്മളുടെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ എന്തായിരിക്കും? നമ്മളുടെ ഒരു ശാരീരികമായിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും? അത് ഇംപ്രൂവ് ചെയ്യാണോ ചെയ്യുന്നത്, അതോ താഴേക്ക് പോവാണോ ചെയ്യുന്നത്? നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ നമ്മളുടെ നമ്മളുടെ ആരോഗ്യപരമായിട്ടുള്ള രീതിയിലൊക്കെ സ്ട്രോങ് ആവാണോ ചെയ്യുന്നത്? കുറച്ചുകൂടെ വീക്ക് ആവാണ് ട്ടോ ചെയ്യുന്നത്. അതായത് നമ്മൾ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് പല കാര്യങ്ങളും നമ്മളുടെ ഇൻക്രീസ് ചെയ്യും. അതായത് നമ്മുടെ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിലും, നമ്മുടെ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിലും, അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിലും, നമ്മളുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്ന രീതി മാറും. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതി, കാര്യങ്ങൾ ലോജിക്കലി തിങ്ക് ചെയ്യുന്ന രീതി, അതൊക്കെ കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ ചില കാര്യങ്ങൾ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് ഗ്രാഫ് ഇങ്ങനെ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതിലൊന്നാണ് ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. നമ്മൾക്ക് തന്നെ അറിയാം, നമ്മൾ അഡോളസന്റ് ഏജ് ആയിരുന്നപ്പോ, അതായത് നമ്മളൊരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര എനർജി ആയിരിക്കും. നമ്മൾ ഇങ്ങനെ ഓടിച്ചാടി നടന്നു പല ആക്ടിവിറ്റീസും പല കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കും. പക്ഷെ ഇപ്പോ അഡൾട്ട് ആയപ്പോ നമുക്ക് പെട്ടെന്ന് ക്ഷീണം വരുന്ന പോലെ തോന്നുന്നുണ്ടാവും അല്ലെ? എല്ലാവർക്കും അല്ല കേട്ടോ, റെഗുലർ ആയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്ത് കറക്റ്റ് ആയിട്ട് ആ ഒരു ഫിസിക്കിനെ അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും, അല്ലെങ്കിൽ അതേ എനർജി ലെവൽ, അതേ ഫിസിക് നിലനിർത്തുന്നവരും ഉണ്ടാകും. വളരെ നല്ല കാര്യം. പക്ഷെ സാധാരണ രീതിയിൽ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ, നമ്മുടെ എനർജി ലെവല്, നമ്മളുടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ അഡൾട്ട് ലെവൽ ആകുമ്പോഴത്തേക്കും കുറയാനുള്ള, അതിന്റെ ഒരു ഗ്രാഫ് കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. അപ്പോ ഈ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഒക്കെ മനസ്സിലാക്കേണ്ടതിന്റെ ഒരു അവസ്ഥ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മളുടെ മുന്നിൽ ഒരു മിക്സ്ഡ് പോപ്പുലേഷൻ ആണ്. ഒരു അഡോളസന്റ് ലേണർ